ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാവില വെച്ചിട്ട് എങ്ങനെ നമ്മളുടെ ക്ലീനിങ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ മാവില വെച്ചിട്ട് നമ്മളെല്ലാവരും പല്ലൊക്കെ ക്ലീൻ ചെയ്യുന്നവരാണ്. മഞ്ഞ കളറും അതേപോലെ സിഗരറ്റ് ബീഡിയൊക്കെ വലിച്ചു കഴിയുമ്പോൾ അവരൊക്കെ ഈ ഒരു മാവില വെച്ചിട്ട് നന്നായിട്ട് പല്ലിൻ്റെ കറൊക്കെ കളഞ്ഞ് അതേപോലെ തന്നെ നന്നായിട്ട് ക്ലീൻ ആക്കുന്നതാണ് മഞ്ഞ കളറൊക്കെ വരുമ്പോൾ. അപ്പോൾ അതേപോലെ നമുക്ക് വീട്ടിലെ എല്ലാ സാധനങ്ങളും നമുക്ക് ഈ ഒരു മാവില വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റിയൊരു ട്രിക്കാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളുടെ പല്ലിലൊക്കെ മഞ്ഞ കളറും അതേപോലെ തന്നെ കറൊക്കെ ഉണ്ടാകും. ഇതേപോലെ തന്നെ നമ്മളൊരു കൂമ്പല പൊട്ടിക്കുക, ഇതേപോലെ മടക്കി കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് പല്ലിൽ ഉരസി കഴിഞ്ഞാൽ നമ്മളുടെ പല്ലിൻ്റെ ആ കളറൊക്കെ മാറിയിട്ട് നല്ല തൂവെള്ള കളറായിട്ട് കിട്ടും. അതല്ലെങ്കിൽ ഇതേപോലെ ഒരു കടഭാഗം എടുത്തിട്ട് പല്ലിൽ നന്നായിട്ട് ഉരസി കൊടുക്കുക. ഈ പരിപാടിയൊക്കെ നമ്മളെല്ലാവരും ചെയ്യുന്നവരാണ്. പണ്ടത്തെ ആൾക്കാരൊക്കെ ചെയ്യുന്നതാണ് മാവില വെച്ചിട്ട്. അതേപോലെ ഇപ്പോൾ മാവില വെച്ചിട്ട് ജ്യൂസൊക്കെ ആൾക്കാർ അടിച്ച് കുടിക്കുന്നതാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ അതേപോലുള്ളൊരു ട്രിക്കാണ് ഞാനിന്ന് കാണിക്കുന്നത്. മാവില വെച്ചിട്ട് നമ്മളുടെ വീട്ടിലുള്ള ബാത്റൂമും പാത്രങ്ങളും അതേപോലെ തന്നെ എല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് മാവില പൊടിച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾക്ക് എത്രയാണ് ക്വാണ്ടിറ്റി വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് മാവില ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇതേപോലെ നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഞാനിത് അരച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ എല്ലാ ഫലങ്ങളും ആ ഒരു വെള്ളത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അരിച്ച് അതിലൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു വിംബാറാണ്. വിംബാർ ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതേപോലെ ഒന്ന്, അപ്പോൾ അതൊന്ന് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഒരു മുക്കാൽ ഭാഗമൊന്നും ഞാൻ എടുത്തിട്ടില്ല, കുറച്ച് മാത്രമേ ഞാനിത് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾക്കിതിലേക്ക് ഒരു ചെറുനാരങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. അത് പിഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് അതിലേക്ക് ഇട്ട് തന്നെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതേ ഒരു രൂപത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇപ്പം ഇതൊക്കെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ആ ഒരു ലെമണിൻ്റെ കഷ്ണം എടുത്തിട്ട് തന്നെ നമ്മളുടെ വാഷ് ബേസിൻ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഞാൻ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് തേച്ച് കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാം. നന്നായിട്ട് അതിൻ്റെ അഴുക്കും കറയൊക്കെ പോയി കിട്ടും. എത്ര മഞ്ഞക്കറ പിടിച്ചതായാലും നിങ്ങൾ ഈ ഒരു രൂപത്തിൽ ക്ലീൻ ചെയ്ത് നോക്കുക, നന്നായിട്ട് ക്ലീനായി കിട്ടും. എളുപ്പത്തിൽ തന്നെ നമ്മൾക്ക് അധികം കെമിക്കലുകളൊന്നും ഇല്ലാതെ നമ്മളുടെ ബാത്റൂമും ക്ലോസറ്റും അതേപോലെ വാഷ് ബേസിന് സിങ്ക് പാത്രം എല്ലാം നമുക്ക് ഈ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. നന്നായിട്ട് കറയൊക്കെ പോയി കിട്ടും. കാരത്തിൻ്റെ കറയും അതേപോലെ തന്നെ നമ്മൾ ഗ്യാസൊക്കെ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ അടിഭാഗത്തൊക്കെ നന്നായിട്ട് ഇങ്ങനെ കറ പിടിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് തേച്ച് കഴുകിയെടുക്കാം. ഈ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാം കഴുകിയെടുക്കാം എന്നുള്ളതാണ്. അത്രക്കും നീറ്റും വൃത്തിയുമാവും. അതേപോലെ ആ പൊടിയനീച്ച, ഈച്ച, അതേപോലെ കൊതുക്, ഇതിൻ്റെ ശല്യമൊക്കെ നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ ഇത് ഞാൻ രണ്ടായിട്ട് മാറ്റി വെക്കുന്നുണ്ട്, നമുക്ക് പാത്രം കഴുകാനും അതേപോലെ ക്ലീനിങ്ങിനായിട്ട്. അപ്പോൾ ഇതേപോലെ ഈ ഒരു ലെമണിൻ്റെ പീസ് കൊടുത്തിട്ട് ഞാൻ സിങ്ങും ഒന്ന് തേച്ച് കഴുകി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഞാനിതൊന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമ്മൾക്കിത് കഴുകിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് കാണാൻ വേണ്ടി മാത്രമാണ് ഞാനിതിങ്ങനെ ഒന്ന് കാണിക്കുന്നത്. അതേപോലെ നമ്മളുടെ പൈപ്പ് ടൈല് ഒക്കെ നമുക്ക് ഈ സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് തേച്ച് കഴുകിയെടുക്കാം. അത്രക്കും നീറ്റാണ് ഈ ഒരു മാവില കൊണ്ട് നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുമ്പോഴും. അതേപോലെ നമ്മളുടെ സിങ്ക് വാഷ് ബേസിനൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. നല്ലൊരു ട്രിക്കാണിത്. നമ്മുടെ വീടൊക്കെ എന്ന് പറയണത് നമ്മൾ വീട്ടിൽ ആളുപെരുമാറ്റമില്ലാത്തതാണ്, ഒക്കെ പൂട്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ വരുമ്പോഴത്തേക്കും ഒക്കെ മഞ്ഞക്കറ പിടിച്ചിട്ടും അതേപോലെ തന്നെ നന്നായിട്ട് കളറൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സംഭവം വെച്ചിട്ട് നമ്മൾ തേച്ച് കഴുകിയെടുക്കുമ്പോണ്ടല്ലോ എല്ലാം നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും. നമ്മളുടെ സിങ്ക് ആയാലും വാഷ് ബേസിൻ ആയാലും ക്ലോസറ്റൊക്കെ എല്ലാ അഴുക്കും പോയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മളുടെ സിങ്ക് ലൈവായിട്ട് നിങ്ങൾ കാണുന്നതാണ്. ഇതേപോലെ നന്നായിട്ട് വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്.
നമ്മളുടെ ആ ഒരു പൈപ്പൊക്കെ നന്നായിട്ട് ആ സ്റ്റീൽ കളറൊക്കെ തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രിക്ക് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. നമ്മളെപ്പോഴും കെമിക്കൽ തന്നെ മേടിച്ചിട്ട് ക്ലീൻ ചെയ്യും എന്ന് നമ്മൾ വിചാരിക്കരുത്. നമുക്ക് ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് നമ്മളുടെ വീട് നമുക്ക് വൃത്തിയാക്കി എടുക്കാം. എനിക്കാണെങ്കിൽ ഇതൊക്കെ അലർജിയാണ്. ഈ കെമിക്കലൊക്കെ എനിക്ക് അലർജിയാണ്. പെട്ടെന്ന് തന്നെ എനിക്ക് കയ്യും ഒക്കെ മുഖമൊക്കെ ചുവക്കും ഈ ഒരു കെമിക്കലുകൾ ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മാറ്റി വെച്ചതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു കുപ്പിയിലേക്ക് തന്നെ മാറ്റി വെക്കാം. നമ്മളുടെ ബാത്റൂമൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമുക്ക് കുറേ നാൾ നമ്മളുടെ ടോയ്ലറ്റും ക്ലോസറ്റും അതേപോലെ തന്നെ വാഷ് ബേസിനൊക്കെ നമ്മൾക്ക് കഴുകിയെടുക്കാം. അപ്പോൾ ഞാൻ വേറെ മാറ്റി വെച്ചത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ചീനച്ചട്ടിയൊക്കെ ഒന്ന് തേച്ച് കഴുകിയെടുക്കുന്നത്. ഇതൊക്കെ നമ്മളിവിടെ വെച്ച് പോകുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാം. ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മളത് തേച്ച് കഴുകിയെടുക്കുന്നത് നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും. ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രമാണ് ഞാനിതൊന്ന് കഴുകി കൊടുക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നമ്മളുടെ പാത്രങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അതിലത്തെ കറയൊക്കെ പോയിട്ട് നിങ്ങൾക്ക് കാണാം. ഒന്നും നമ്മൾ വേറെ ചേർത്തിട്ടില്ല. ഇങ്ങനെ തൊട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മളുടെ ആ ഒരു ചീനച്ചട്ടിയുടെ ആ ഒരു മഞ്ഞ കറൊക്കെ പോയി കിട്ടുന്നുണ്ട്. ഇതേപോലെ നമ്മളുടെ പുത്തനാക്കി എടുത്തിട്ടുണ്ട് നമ്മളുടെ ചീനച്ചട്ടിയൊക്കെ. അപ്പോൾ നിങ്ങളും ഇതേപോലെ ചെയ്യുക. അതേപോലെ തന്നെ നമ്മളുടെ ചായക്കറ പിടിച്ച കപ്പുകൾ, അതേപോലെ നമ്മൾ അടപ്പത്ത് വെക്കുന്ന സ്റ്റീൽ പാത്രങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ച് കഴുകുകയാണെങ്കിൽ നല്ല പളപള തിളങ്ങുന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളുടെ വീട്ടിലൊക്കെ മാവും ഇലകളൊക്കെ ഉള്ളവരാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ കുറച്ചധികമായിട്ട് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇതൊന്നും നമുക്ക് കാശ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു വിംബാറിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. പിന്നെ അതിലേക്കൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ലെമൺ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമ്മളുടെ കപ്പൊക്കെ നന്നായിട്ട് വെട്ടിത്തിളങ്ങിയിട്ടുണ്ട്. അതേപോലെ നന്നായിട്ട് കറ പോകുന്നുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും വലിയ ആശ്വാസമായത്. നന്നായിട്ട് കറ പിടിച്ച പാത്രങ്ങളായിരുന്നു. നിങ്ങളിത് ഉപയോഗിച്ച് നോക്കിയാലേ നിങ്ങൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളിതൊന്ന് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക. എത്രമാത്രം അത് ക്ലീൻ ആവുന്നുണ്ടെന്നുള്ളത് ഞാൻ പറയുന്നേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇതൊക്കെ നമ്മൾ അടപ്പത്തൊക്കെ വെച്ച് കൊടുക്കുന്ന സ്റ്റീൽ പാത്രങ്ങളാണ്. അപ്പോൾ എപ്പോഴായാലും ഇത് മങ്ങി നിൽക്കും എങ്ങനെ നോക്കിയാലും. അതേപോലെ ഇങ്ങനെ കുറച്ച് കരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്കിത് പോയിട്ട് ഇതേപോലെ ക്ലീനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങളെല്ലാവരും യൂസ് ചെയ്യുക. ഒരുപാട് കാശ് കൊടുത്ത് ഈ വക കെമിക്കലൊന്നും നമുക്ക് മേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾക്ക് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിനി ക്ലോസറ്റ് ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കംഫർട്ട് കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നമുക്ക് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് ഒഴിച്ചിട്ട് നമ്മളുടെ ക്ലോസറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ടോയ്ലറ്റും അതേപോലെ തന്നെ ടൈൽസും ഒക്കെ നമുക്ക് ഈ ഒരു സാധനം വെച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്യാം. അപ്പോൾ നമ്മൾ പാത്രം കഴുകാനും വേറെ മാറ്റി വെച്ചിട്ടുണ്ട്, ടോയ്ലറ്റൊക്കെ ക്ലീൻ ചെയ്യാനും വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ നമ്മളുടെ ടോയ്ലറ്റൊക്കെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. നല്ല പുത്തനായിട്ട് നന്നായിട്ട് തിളങ്ങുന്നുണ്ട്. ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്യുക. നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല, ഈസിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.